അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി കട്ട് ഫ്രം വീഡിയോ എങ്ങനെ ഉണ്ടാക്കാം. നിങ്ങൾക്കറിയാലോ, എൻ്റെ ചാനൽ ഞാൻ കട്ട് ഫ്രം വീഡിയോ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കണ്ട യൂട്യൂബർമാർ പറയണ പോലെ ഒന്നുമല്ല. മാനുവലി നമ്മൾ സാധാരണ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് യൂട്യൂബിലെ വീഡിയോ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാറ്. അങ്ങനെ ഉണ്ടാക്കാം, വേറെ തരത്തിലും ഉണ്ടാക്കാം, മാനുവലും ഉണ്ടാക്കാം. അത് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം, അത് നോക്കിയാൽ മതി. മറ്റേപടി ഞാൻ കാണിച്ച് തന്നേനെ, പക്ഷെ എൻ്റെ കയ്യിൽ ഒരു ഫോണേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ കാണിക്കാൻ പറ്റില്ല. പിന്നെ പുറത്ത് സൗണ്ടൊക്കെ വരുന്നുണ്ടാവും, അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്ത് കളയണം. നമ്മുടെ കയ്യിൽ വേറെ സ്ഥലമില്ല ഈ ഫോണൊന്ന് വെച്ച് വീഡിയോ എടുക്കാനായിട്ട്. നമ്മൾ ഇതൊരു പറ്റിയ സ്ഥലമാണ്. അപ്പോൾ യൂട്യൂബർമാർ പലതും പറയും, അങ്ങനെ വീഡിയോ ഇട്ടാൽ തമ്പുരാൻ മാറ്റ്, യൂട്യൂബ് സ്റ്റുഡിയോ പോവും, അവിടെ അത് ഓപ്പൺ ചെയ്യും. അതൊന്നും കാര്യമില്ല. അങ്ങനെ ചെയ്താൽ നമ്മളെ വ്യൂസും കിട്ടില്ല, വാച്ച് ഒന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നു, ഞാൻ ചെയ്ത് നോക്കി പ്രൂഫ് കിട്ടിയ കാര്യമാണ്. അപ്പോൾ നിങ്ങളത് കണ്ട് മനസ്സിലാക്കി ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനുള്ള ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒരു ഫോണുള്ള കാരണമാണ് എനിക്കിങ്ങനെ കാണിക്കേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പണ്ട് ഈ യൂട്യൂബിലെ വീഡിയോസ് എല്ലാം കണ്ട് യൂട്യൂബർമാരുടെ വീഡിയോ നോക്കിയിട്ട് ഓരോ വീഡിയോസ് ചെയ്ത് നോക്കി. അതിന് പ്രത്യേകിച്ച് വ്യൂസ് എന്ന് പറയുന്നത് കിട്ടാറില്ല നമുക്ക്. ഇതിന് 0 വ്യൂസായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റേതായ കുറേ ടെക്നിക്കുകൾ ചെയ്ത് നോക്കി. അവസാനം എല്ലാം കൂടി കൂട്ടി മുറിച്ച് കെട്ടി ഒരു ട്രിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിൽ അപ്ലൈ ചെയ്ത് നോക്കും. ഇങ്ങനെ വീഡിയോസ് ഉണ്ടാക്കി നോക്കും. അതേപോലെ തന്നെ തംബ്ലൈനും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ ഓരോ വീഡിയോ ഇട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴും തംബ്ലൈൻ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കണം. അതല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഈ തംബ്ലൈൻ മാറ്റിയിടണം. അതുപോലെ തന്നെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ അതെല്ലാം നോക്കണം. നമ്മൾ യൂട്യൂബിൽ നോക്കി തന്നെ ചെയ്യരുത്, ആരും പറയുന്നത് കേട്ട് ചെയ്യരുത്. നമ്മളെ ഒരു ദിമാഗ് യൂസ് കർണ പടേക, നമ്മുടെ ബുദ്ധി. അതുകൊണ്ട് ആളുകൾ പറയുന്ന കൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോസിലൊന്നും കിട്ടില്ല. അവരങ്ങനെ കാട്ടുന്നതുകൊണ്ട് അവർക്ക് അവരുടെ വീഡിയോസിൽ റീച്ച് കിട്ടുന്നുണ്ട്, സബ്സ്ക്രൈബ് ലൈക്കും കമൻറ്റെല്ലാം കിട്ടുന്നത്. അവരുടെ ചാനൽ മോണിറ്റൈസ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന രീതി നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്ത് പറയുക, നിങ്ങളുടെ അഭിപ്രായം. ഓക്കെ, ബൈ. ഇന്നത്തേക്ക്